ഹലോ, എല്ലാവർക്കും CH സലാം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബത്തയുടെ ഒരു ചെറിയ കാഴ്ചയാണ്. ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ബത്ത മാർക്കറ്റിൽ, കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. പിന്നെ ചെറിയ രീതിയിലൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ബത്ത എന്ന് പറയുമ്പം പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ റിയാദിൽ താമസിക്കുന്ന പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് ബത്ത എന്ന് പറയുന്നത്. ബത്ത എന്ന് പറയുന്നത് റിയാദിൻ്റെ മെയിൻ മാർക്കറ്റ് ഏരിയ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകുമ്പോഴും കൂടുതലും പർച്ചേസ് ചെയ്യാനും പല ആൾക്കാരും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഈ ബത്ത എന്ന മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇത്. കുറച്ച് തിരക്കൊഴിഞ്ഞ സമയത്തുള്ള കാഴ്ചകളാണ്. പിന്നെ ഒരു ദിവസം വ്യാഴാഴ്ച വൈകിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെയാണ് അതിൻ്റെ കാഴ്ചകളാണ്. അതുകൊണ്ടാണ് വലിയ ആൾത്തിരക്ക് കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഭയങ്കര തിരക്കൊക്കെ ആവുകയുള്ളൂ. അപ്പം ആ ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബത്ത എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഇതിനു മുമ്പ് പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് പോയിട്ടുള്ള റിയാദിലുള്ളവർക്കെല്ലാം അറിയാം ബത്ത എന്ന് പറയുന്നത്. അവർക്ക് ആ സ്ഥലം കാണുമ്പം തന്നെ അവർക്ക് ഒരു പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. ഇത് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ്. അതാണ് ഇങ്ങനെ കാണിച്ചിട്ടിരിക്കുന്നത്. ആൾക്കാർ കണ്ടില്ലേ, ഇതുപോലെ പർച്ചേസൊക്കെ ചെയ്ത് ബ്ലാങ്കറ്റ് അത് ഇതൊക്കെ നാട്ടിലേക്ക് പോകുന്നവരൊക്കെ കൂടുതൽ ഇങ്ങനെ ഇവിടെ വന്ന് റിയാദിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരെല്ലാം പിന്നെ വ്യാഴാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഇവിടെ കൂടുതലും വന്ന് ഇവിടെ ഇതിനുള്ളിൽ ഫുള്ളും മാർക്കറ്റുകളാണ്. ഇപ്പം പണ്ടത്തെ പോലുള്ള ആ ഒരു ഇതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം വളരെ കുറവാണ്. കാരണം ഒരുപാട് കച്ചവടക്കാരും ഒക്കെ, നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നിർത്തി. ഇപ്പം വളരെ കുറവാണ്. എന്നാലും ഇപ്പം വീണ്ടും പഴയ പോലൊക്കെ ആയി വരുന്നുണ്ട്. കാരണം റിയാദിൽ ഇപ്പം പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരുപാട് കൺസ്ട്രക്ഷനും മറ്റതും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് കണ്ടമാനം ആൾക്കാരിപ്പം വന്നു ചേരുന്ന ഇതാണ്. അപ്പോൾ അത് കാരണം വീണ്ടും പഴയ പോലൊക്കെ ഇപ്പം മാർക്കറ്റിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഭാവിയിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ ഒരു ബത്ത ഇതൊക്കെ വരും. പിന്നെ എന്നാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ഹാരയിലേക്കും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇത് നമ്മുടെ സൺ സിറ്റിയുടെ ബിൽഡിംഗ് ആണ് മാർക്കറ്റുള്ള. പിന്നെ ഇവിടെ പാരഗണിൻ്റെ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉള്ള ആ ഏരിയയാണിത്. അപ്പോൾ ഇതും പിന്നെ റിയാദിൽ നിന്നിട്ടുള്ളവർക്കെല്ലാം ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ കാഴ്ചകൾ. പിന്നെ ഇവിടുന്ന് ഞാൻ ബത്തയിൽ നിന്ന് തിരിച്ച് ഞാൻ ദബാബ് സ്ട്രീറ്റിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ആ ബസ്സിലേക്ക് തിരിച്ച് അങ്ങോട്ട് സുലൈമാനിയ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ആ കാഴ്ചയും കൂടെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ബത്ത മാർക്കറ്റിൻ്റെ ശരിക്കും ഉള്ളിലുള്ള കുറേ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഞാൻ വന്നിട്ട് ഇത് ഷോർട്ട് വീഡിയോ ആണ്. അത് നമ്മൾ വലിയ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അത് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടാൽ അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ബത്തയിലെ മാർക്കറ്റിനകത്തുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോ കച്ചവടത്തിൻ്റെയൊക്കെ പിന്നെ കടകളുടെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഷോർട്ട് വീഡിയോയും കൂടെ എൻ്റെ ചാനലിൽ കാണുമ്പോൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഞാൻ ഷോർട്ട് വീഡിയോ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോ അവരുടെ മാർക്കറ്റിങ്ങിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ ഇനി നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു സപ്പോർട്ട് ആവുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തുടക്കക്കാരനെന്ന നിലയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ചാനലിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്, അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. എല്ലാവർക്കും നമസ്കാരം.